നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും ഐശ്വര്യപൂർണമായ നക്ഷത്രങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂയം നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ വിശേഷങ്ങളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. കാലം ചക്രങ്ങൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും ഓരോ നക്ഷത്ര ജാതർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ 2026 ഏപ്രിൽ മാസം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ അനുഗ്രഹവും കർമ്മബലദാതാവായ ശനീശ്വരന്റെ ഭരണാധിപത്യവും ഒത്തുചേരുന്ന അപൂർവ സ്വഭാവമുള്ളവരാണ് പൂയം നക്ഷത്രക്കാർ. കർക്കിടക രാശിയുടെ തണുപ്പും സ്നേഹവും ഉള്ളിൽ പേറുമ്പോഴും ജീവിതത്തിലെ ഏത് കഠിനമായ സാഹചര്യങ്ങളെയും മനക്കരുത്തോടെ നേരിടാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. 2026 ഏപ്രിലേക്ക് നാം പദവിന്യാസം നടത്തുമ്പോൾ പ്രകൃതിയിൽ മീനമാസത്തിന്റെ അവസാന നാളുകളും മേടമാസത്തിന്റെ ഐശ്വര്യപൂർണമായ തുടക്കവും നാം ദർശിക്കുന്നു. മലയാളിക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമായ വിഷു കടന്നു വരുന്നത് ഇതേ മാസത്തിലാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പൂയം നക്ഷത്രക്കാർ പലവിധത്തിലുള്ള വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തൊഴിലിലെ അനിശ്ചിതത്വമാകാം, കുടുംബത്തിലെ ചെറിയ അസ്വാരസ്യങ്ങളാകാം, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളാകാം. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് തിരിച്ചറിവുകളുടെ മാസമാണ്. നിങ്ങൾ വിതച്ചതിന്റെ ബലം കൊയ്യാനുള്ള സമയമാണിത്. ചിലർക്കിത് വലിയ വിജയങ്ങളുടെ കാലഘട്ടമാകുമ്പോൾ മറ്റു ചിലർക്ക് തങ്ങളുടെ പാത തിരുത്തി മുന്നേറാനുള്ള മുന്നറിയിപ്പാകുന്നു. തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാതെ പോയ സാഹചര്യങ്ങൾ ഇനിയുണ്ടാകില്ല. സാമ്പത്തികമായി പുതിയ ഉറവിടങ്ങൾ കണ്ടെത്താനും കുടുംബത്തിൽ സന്തോഷത്തിന്റെ പുതുനാമ്പുകൾ വിരിയാനും ഈ ഏപ്രിൽ മാസം വഴിയൊരുക്കും. ഏപ്രിൽ 14 എത്തുന്ന വിഷുക്കണി പൂയം നക്ഷത്രക്കാർക്ക് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് അടുത്ത വർഷത്തേക്കുള്ള ഊർജമാണ്. വിഷുബലം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ ഭാഗ്യമാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കരിയറിലും ദാമ്പത്യത്തിലും എങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കണം? ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വളരെ വിശദമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. പൂയം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ കരുണയും സഹാനുഭൂതിയും ഈ മാസം പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ അചഞ്ചലമായ വിശ്വാസത്തോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും മുന്നോട്ട് നീങ്ങിയാൽ ഈ ഏപ്രിൽ മാസത്തെ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാക്കി മാറ്റാൻ സാധിക്കും. അനാവശ്യമായ ആശങ്കകൾ വെടിഞ്ഞ് വരാനിരിക്കുന്ന മാറ്റങ്ങളെ പോസിറ്റീവായി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് 2026 ഏപ്രിൽ മാസത്തിലെ ഓരോ മേഖലയെയും കുറിച്ച്, അതായത് നിങ്ങളുടെ കരിയർ മുതൽ ആരോഗ്യവും പരിഹാരങ്ങളും വരെ ആഴത്തിൽ പരിശോധിക്കാം. 2026 ഏപ്രിൽ മാസം തൊഴിൽ രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 2ാം വാരം കഴിഞ്ഞ് സമയം അനുയോജ്യമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ കണക്കുകളിൽ കൃത്യത പാലിക്കണം. ഉദ്യോഗം തേടുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പ്രത്യേകിച്ച് അധ്യാപനം, ബാങ്കിംഗ്, IT മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. സിനിമ, സാഹിത്യം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും തേടിയെത്തും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ പുനരാരംഭിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടാൻ സാധ്യതയുണ്ട്. പിതൃസമ്പത്ത് അനുഭവയോഗ്യമാകും. വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവയ്ക്കായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. ഓഹരി വിപണിയിലോ ചിട്ടിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. എന്നാൽ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദമ്പതികൾ തമ്മിൽ ഒരു തീർത്ഥാടനത്തിനോ വിനോദയാത്രയ്ക്കോ സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ ഈ മാസം ശ്രമിക്കാവുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ വിഷുക്കാലം അവസരമൊരുക്കും. പൂയം നക്ഷത്രക്കാർ പൊതുവെ
അവയെ വൈകാരികമായി ചിന്തിക്കുന്നവരാണ്. ഈ മാസം മനസ്സിന് അല്പം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദര രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. കാലുകൾക്കോ നടുവിനോ ചെറിയ വേദനകൾ അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കുക. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. നെഗറ്റീവ് ചിന്താഗതിയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക. അമിതമായ ജോലിഭാരം മൂലം ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. 2026 വിഷു പൂയം നക്ഷത്രക്കാർക്ക് ഐശ്വര്യദായകമാണ്. വർഷാരംഭത്തിൽ ലഭിക്കുന്ന വിഷുക്കണി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. ഈ വിഷുക്കാലം മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും വേഗത്തിലാകും. പുതിയ വീട് വാങ്ങാനോ വാഹനം സ്വന്തമാക്കാനോ ഉള്ള ഭാഗ്യം ഈ വിഷുബലമായി കാണുന്നു. സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനോ ഇടയുണ്ട്. രാത്രികാല യാത്രകളിൽ ജാഗ്രത വേണം. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. ആരെയും അന്ധമായി വിശ്വസിച്ച് ജാമ്യം നിൽക്കരുത്. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് നിയന്ത്രിക്കണം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ബാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുമെങ്കിലും അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയായതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. നീരാജനം വഴിപാടായി നടത്തുന്നത് ഉത്തമമാണ്. തടസ്സങ്ങൾ നീങ്ങാനായി മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തുകയോ കടുംപായസം വഴിപാടായി കഴിപ്പിക്കുകയോ ചെയ്യുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തുന്നത് മനഃശാന്തിക്ക് സഹായിക്കും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമാണ്. കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും നല്ലതാണ്. ശനി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. കൂടാതെ ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പുരാതന വേദങ്ങളിൽ പൂയത്തെ തിഷ്യ എന്നാണ് വിളിച്ചിരുന്നത്. തിഷ്യ എന്നാൽ മംഗളകരമായത്, പ്രകാശിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഋഗ്വേദത്തിൽ ഈ നക്ഷത്രത്തെ ഒരു ദേവനായി തന്നെ സങ്കല്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ സൂചനയായാണ് പഴയകാലത്ത് പൂയത്തെ ദർശിച്ചിരുന്നത്. പൂയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അതിന്റെ ഗ്രഹസ്വാധീനമാണ്. ഈ നക്ഷത്രത്തിന്റെ നാഥൻ ശനിയും അതിദേവത വ്യാഴവുമാണ്. ജ്യോതിഷത്തിൽ ശനി നിയന്ത്രണത്തിന്റെയും വ്യാഴം വികാസത്തിന്റെയും പ്രതീകമാണ്. വ്യാഴം നൽകുന്ന അറിവും ഭാഗ്യവും ശനി നൽകുന്ന അച്ചടക്കത്തോടെയും പക്വതയോടെയും ഉപയോഗിക്കാൻ പൂയം നക്ഷത്രത്തിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് പൂയം ദിവസം തുടങ്ങുന്ന കാര്യങ്ങൾ വെറുതെ ഒരു ആവേശത്തിന് തുടങ്ങുന്നതാവാതെ ദീർഘകാലം നിലനിൽക്കുന്നതും ഉറപ്പുള്ളതുമായി മാറുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ മാത്രമല്ല, ജൈനമതത്തിലും പൂയത്തിന് വലിയ സ്ഥാനമുണ്ട്. അവസാനത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ ജ്ഞാനോദയം പ്രാപിച്ചത് പൂയം നക്ഷത്രത്തിലാണെന്ന് ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ ജ്ഞാനപ്രകാശത്തിന്റെ നക്ഷത്രമായും ഇതിനെ കണക്കാക്കുന്നു. പൂയം നക്ഷത്രത്തിന് ശ്രീ എന്നൊരു പര്യായം കൂടിയുണ്ട്. ഇത് ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്നു. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ഈ നക്ഷത്രത്തിൽ സമ്പത്ത് വരുന്നത് അധർമ്മത്തിലൂടെയാകില്ല, മറിച്ച് നേരായ വഴിയിലൂടെ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് സ്വർണവും ഭൂമിയും വാങ്ങാൻ പൂയം ഉത്തമമാകുന്നത്. 2026 ഏപ്രിൽ മാസം പൂയം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പക്വതയുടെയും കാലമാണ്. തുടക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും മാസാവസാനത്തോടെ വിജയം നിങ്ങളെ തേടി വരും. കുടുംബത്തിലെ ഐക്യവും ഈശ്വരവിശ്വാസവും നിങ്ങളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റും. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വിഷുക്കൈനീട്ടം പോലെ ഭാഗ്യനിർഭരമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അലസത വെടിഞ്ഞ് കർമ്മരംഗത്ത് സജീവമാകുക. നിങ്ങളുടെ സ്വതസിദ്ധമായ കരുണയും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരുക. ശുഭകരമായ ഒരു ഏപ്രിൽ മാസം ആശംസിക്കുന്നു.